നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്കിന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങളുടെ റീഡിങ്സാണ്. ഇന്നത്തെ കറൻറ്റ് സമയം നിങ്ങളുടെ എങ്ങനെയാണെന്നും ഇന്നത്തെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടതെന്നും എന്തെല്ലാമാണ് മനസ്സിലാക്കേണ്ടതെന്നും എന്തെല്ലാമാണ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നതെന്നും നിങ്ങളിൽ നിന്നും നിങ്ങൾ ഉപേക്ഷിച്ച് കളയേണ്ട ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ കണക്റ്റ് ചെയ്താണ് ഓരോ യൂണിവേഴ്സൽ മെസ്സേജും നമ്മൾ എടുക്കുന്നത്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്ത് തന്നെ വേണം റീഡിങ്സ് കാണാൻ. നമുക്ക് റെസനേറ്റ് ആകുന്ന ഒരു എനർജി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ മറന്നു പോകാതെ എപ്പോഴും അഫർമേഷൻസ് എഴുതണം. അഫർമേഷൻസ് എന്ന് പറയുന്നത് ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. നിങ്ങളത് കണ്ടിന്യൂ ആയിട്ട് എഴുതി പൊയ്ക്കോളുക. നിങ്ങൾ പോലും അറിയാതെ മിറാക്കിൾ പോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാര്യങ്ങൾ വന്നു ചേരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടു കൂടിയും മുന്നോട്ടേക്ക് പൊക്കോളുക. നമ്മളെ തളർത്തുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. അതൊക്കെ ഒരു പാഠങ്ങളായിട്ടേ കാണാവുള്ളൂ. കാരണം ഒരു വിധിയെയും നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. ഓരോ ദിവസവും നമ്മൾ നേരിടേണ്ട ഓരോ കാര്യങ്ങളും അത് അന്നത്തെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് അല്ലെങ്കിൽ അന്നത്തെ ഒരു പാഠമായിട്ട് തന്നെ കണ്ട് അതിനെ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് അതും യൂണിവേഴ്സലിനോട് നന്ദി പറഞ്ഞ് തന്നെ കടന്നു പോകണം. ശത്രുത വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം മറന്നു കളയേണ്ടതായ കുറേ കാര്യങ്ങളാണ്. റൈറ്റ് ഹീലിംഗ് ഒക്കെ ശരിക്കും പ്രാക്ടീസ് ചെയ്യുക. നമുക്കിന്ന് കുറച്ച് പേരൊരു സംശയം ചോദിച്ചിരിക്കുന്നത് റീഡിങ്സിൻ്റെ ലാസ്റ്റ് ഞാൻ പറയാം കേട്ടോ. അഫർമേഷൻസിനെ കുറിച്ചും അതുപോലെ റൈറ്റ് ഹീലിങ്ങിനെ കുറിച്ചും ഇതെന്നും പറയുന്നത് തന്നെയാണ്. ആവശ്യമുള്ളവർ മാത്രം കേട്ടാൽ മതി കേട്ടോ. പേജ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് കേട്ടോ ഇന്ന് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. ഒരു ക്യൂരിയോസിറ്റിയാണ് നിങ്ങളുടെ ലൈഫിൽ. ഒരു പക്ഷേ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നടക്കും. അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും അതിൻ്റെ ഒരു റിസൾട്ട് എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനർജി അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി ഉള്ള ഒരു സിറ്റുവേഷൻസ് ആയിട്ട് കാണുന്നത്. ശരിക്കും ഇതിനകത്ത് എനിക്ക് പറയാൻ പറ്റുന്നൊരു എനർജി ജീവിതത്തിലേക്കൊരു പുതിയ തുടക്കത്തിന് തയ്യാറാകുന്ന കുറേ ആളുകളുടെ എനർജി കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ പോലെ ചെയ്യുന്നുണ്ടാവാം, എന്തെങ്കിലും നിങ്ങളിലേക്ക് വന്നു ചേരാൻ വേണ്ടിയിട്ട്. അതുപോലെ ചിലരെ സംബന്ധിച്ച് ഒരു പുതിയ സ്ഥലത്തേക്ക് മാറാനുള്ള ചില തീരുമാനങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനായിട്ട് എന്തെങ്കിലും കോഴ്സൊക്കെ ചേരണമെന്നും പുതിയതെന്തെങ്കിലും കുറച്ച് അറിവ് നേടണമെന്നുമൊക്കെയുള്ള ഒരു ആഗ്രഹം. അതായത് നിങ്ങളുടെ മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ കിടക്കുന്നത് അതൊന്ന് റിയാലിറ്റി ആക്കണം, നിങ്ങളിലൊരു മാറ്റം വരുത്തണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ആ ഒരു ചേഞ്ചിങ്ങിലേക്ക് പോകുമ്പം എന്തായിരിക്കും ആ ഒരു ലൈഫ് സിറ്റുവേഷൻസ് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി, അങ്ങനെയുള്ള ഒരു തോട്ട്സ് ഇന്ന് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചില സിറ്റുവേഷൻസിലേക്കൊക്കെ നോക്കുമ്പോൾ നിങ്ങളിലേക്കുള്ള ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരുന്ന വെല്ലുവിളികളെയെല്ലാം നിങ്ങൾ വളരെയധികം നിസ്സാരവൽക്കരിച്ച് കാണാനും അതുപോലെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്കൊക്കെ നല്ല ദൃഢനിശ്ചയത്തോടു കൂടി നേരിടാനുമൊക്കെ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിനകത്തൊരു പ്രത്യേകത പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മെച്യൂരിറ്റി കുറവുണ്ട് കേട്ടോ. നിങ്ങൾ ഏജ്ഡായ വ്യക്തികളാണെങ്കിലും നിങ്ങളുടെ ക്യാരക്ടർ എനർജി എന്ന് പറയുന്നത് ഒരു ചൈൽഡിഷ് എനർജിയുടെ ഒരു പ്രസൻസ് കൂടുതലുള്ളവരാണ്. ഒരു മെച്യൂരിറ്റിയിലേക്ക് പോകാതെ, ഒരു അഡൽട്ടിൻ്റെ ഒരു എനർജിയിലേക്ക് പോകാതെ ഒരു ചൈൽഡിഷ് എനർജി വളരെ കൂടുതലുള്ള വ്യക്തികളുടെ എനർജിയാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം എല്ലാം ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി കാണാനും വെല്ലുവിളികളെയൊക്കെ അതിജീവിക്കാൻ പറ്റുന്നത്, അതിനൊക്കെ ഒരു നിസ്സാരവൽക്കരിച്ച് കാണാനും ജീവിതത്തിൽ നെക്സ്റ്റ് എന്താണ് ആക്ഷൻ എടുക്കേണ്ടത്, എവിടെയാണ് ക്ഷമയോടുകൂടി കാര്യങ്ങളെ കാണേണ്ടത്, ക്ഷമയോടുകൂടി സംസാരിക്കാനും ഒക്കെ നിങ്ങൾക്ക് ഇന്ന് സാധിക്കുന്ന ദിവസമായിട്ടാണ് കാണുന്നത്. ശരിക്കും നല്ലൊരു ഗാർഡിയൻ എനർജിയിൽ നിൽക്കേണ്ട നിങ്ങൾക്ക് ഒരു ഗാർഡിയൻ എനർജിയിലേക്ക് എത്താനുള്ളൊരു പക്വതക്കുറവ് ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. അവിടെ നിന്നും ചിലരെയൊക്കെ സംബന്ധിച്ച് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗാർഡിയൻ എനർജിയിലേക്ക് നിങ്ങളുടെ ആ ഒരു ഉത്തരവാദിത്വത്തിൽ ഒരു പൂർണ്ണത കൊടുക്കുന്നതായിട്ട് നമുക്ക് എനർജിയിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിതിനകത്ത് പറയാൻ സാധിക്കുന്ന മറ്റൊരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ജീവിതത്തിലേക്ക് ചില ഗുഡ് ന്യൂസുകൾ
ചില കാര്യങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട്. ചില ഗുഡ് ന്യൂസ് എനർജിയൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ബന്ധങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഇന്ന് ചിലപ്പോൾ ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു പരിചയമില്ലാത്ത ചില വ്യക്തികളെ ഒരുപാട് കാലത്തെ പരിചയം പോലെ നിങ്ങൾക്കിന്ന് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ചില ബന്ധങ്ങളൊക്കെ ഇന്ന് ലൈഫിലേക്ക് പുതിയതായിട്ട് വരുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും ഒരു എന്താ പറയുക, നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടുന്ന ഒരു നിധി പോലെ, അതല്ലെങ്കിൽ ആ ഒരു പുതിയ ബന്ധങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരുപാട് പ്രയോജനം ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു ബ്ലോക്കേജ് കുറേ ദിവസങ്ങളായി ഒരു പേടിക്കുന്ന ചില സിറ്റുവേഷൻസിൽ ഒരു പാസ്റ്റിലെ ചില കാര്യങ്ങൾ ഇങ്ങനെ അലട്ടുന്നുണ്ട് കേട്ടോ നിങ്ങളെ. പാസ്റ്റിലെ ചില റിലേഷൻഷിപ്പുകളാവാൻ നിങ്ങളിലേക്ക് നിങ്ങൾ അറിയാതെ കണക്റ്റ് ചെയ്ത് ആ ഒരു ട്രാപ്പ് എനർജിയിൽ നിൽക്കുന്ന ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്ന സിറ്റുവേഷൻസ്, ഒരു കർമ്മ നേരിടുന്നതാണ് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു കർമ്മ എനർജിയിലൂടെ കടന്നു പോകുന്നതാണ് കുറച്ച് പേര്. ഇപ്പം നിങ്ങളൊരു ഇച്ചിരി പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസിനെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളൊരു സമയമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ മറന്നിരുന്ന പല കാര്യങ്ങളും വീണ്ടും റിപ്പീറ്റ് ഓർക്കേണ്ടി വരുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ വിട്ടുകളഞ്ഞ ചില ബന്ധങ്ങൾ, ചില ചിന്തകൾ, റിലേഷൻഷിപ്പ് തന്നെ ആവാം, അതല്ലെങ്കിൽ മറ്റ് സൗഹൃദങ്ങളുമാവാം, ലൈഫിൽ നിങ്ങളെ ഒന്ന് ബ്ലോക്കാക്കി നിർത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വല്ലാത്ത ഒരു ഇമോഷണൽ പെയിൻ അനുഭവിക്കുന്നു. എന്തിനാണ് വേദന എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റാത്ത വിധം ഒരു ട്രാപ്പ് എനർജി ഫീലിങ്സ് കുറച്ച് ആളുകളിലേക്ക് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ കിടന്നാൽ അത് നിങ്ങൾക്കൊരു അൺഹെൽത്തി സിറ്റുവേഷൻസായിട്ട് കണക്റ്റഡ് ആകപ്പെടും കേട്ടോ. നിങ്ങളതിൽ നിന്ന് പുറത്ത് കടക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മളുടെ ചിന്തകൾ കൂടുതൽ നമുക്ക് ഉപകാരപ്രദമല്ലാത്ത, നമ്മളിലേക്കൊരു കാരണവശാലും ഗുണം ചെയ്യാത്ത, അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ട് നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഓവറായിട്ട് ചിന്തിച്ച് ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങളിപ്പോൾ സ്റ്റക്കായിട്ട് നിന്നാൽ നിങ്ങളിലേക്ക് വരുന്ന മാറ്റങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു പെയിൻ എനർജീനെ, ആ ഒരു വേദനേനെ നിങ്ങളൊന്ന് എടുത്തു മാറ്റുക. ചിലരെ സംബന്ധിച്ച് അതൊരു വല്ലാത്തൊരു ട്രാപ്പ് എനർജിയാണ്. ഒരു മതിൽ കെട്ടിത്തിരിച്ച് അതിനുള്ളിൽ നിർത്തിയിരിക്കുന്ന ഒരവസ്ഥയാണ്. പുറത്ത് കടക്കാൻ പറ്റാതെ ഇതെന്താണ് ലൈഫിൽ സംഭവിക്കുന്നതെന്ന് സ്വയം മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഒരു ട്രാപ്പ് എനർജിയാണ്, കർമ്മ സിറ്റുവേഷൻസ് ആണ്, ചെറിയൊരു കാർമിക് എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്നും പുറത്ത് കിടക്കുക. കാരണം മറ്റെവിടെയാണോ ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആശ്വാസപ്രദമാകുന്ന ഒരു സമാധാന അന്തരീക്ഷം എവിടെ നോക്കുമ്പോഴാണോ നിങ്ങൾക്ക്, എവിടെ നിൽക്കുമ്പോഴാണോ നിങ്ങൾക്ക് ലഭിക്കുന്നത്, അത് നിങ്ങൾ സ്വീകരിക്കുക കേട്ടോ. ദ സൺ എനർജിയുടെ പ്രസൻസ് വന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം കുറച്ച് ആളുകളെ സംബന്ധിച്ച് ഒരു ഹാപ്പി ന്യൂസ് എനർജിയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഹാപ്പിനെസ്സിൻ്റെ, ഒരു സക്സസ്സിൻ്റെ, ഒരു ഗാർഡിയൻ, ഒരു എന്താ പറയുക, ഒരു ലീഡർഷിപ്പ് എനർജിയിലൊക്കെ നിൽക്കാൻ പറ്റുന്ന സാഹചര്യം കാണുന്നുണ്ട്. അതുപോലെ ചില സിറ്റുവേഷൻസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മടുപ്പ് തോന്നിക്കുന്ന, നിങ്ങളെ മാനസികപരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ചില ബന്ധങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട്, പുറത്ത് കടക്കാൻ പറ്റുന്നുണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു എസ്കേപ്പിംഗ് എനർജി, ചിലരൊക്കെ ചില സ്ഥലത്ത് നിന്ന് അങ്ങ് പറയാതെ തന്നെ മാറിപ്പോകുന്ന സിറ്റുവേഷൻസ്, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്ന് ചിന്തിച്ച് അങ്ങ് മാറിപ്പോകുന്ന ഒരു സിറ്റുവേഷൻസും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആ ഒരു ഒഴിഞ്ഞു മാറ്റമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹാപ്പിനെസ്സാണ്, സക്സസ്സാണ്, അതായത് സൺറൈസിങ് ആണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുപോലെ തന്നെ 7 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കൺഫ്യൂസ്ഡ് എനർജിയിൽ നിൽക്കുന്നെന്ന് പറയേണ്ടി വരും കേട്ടോ. ലൈഫിൽ എന്തെങ്കിലും ഒരു വീഴ്ച ഈ ഒരു അടുത്ത സമയങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പ്രതീക്ഷിക്കാത്ത ചില ഇടങ്ങളിൽ നിന്നും എടുത്തു മാറ്റപ്പെട്ടൊരു സിറ്റുവേഷൻസ് നിങ്ങളിൽ കുറേ ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ നിങ്ങളുടെ കാര്യങ്ങൾക്കൊന്നും ആക്ഷൻ എടുക്കാൻ പറ്റാതെ പോയതാവാം, ചില ബന്ധങ്ങളിൽ നിന്നൊക്കെ ഒന്ന് എടുത്തു മാറ്റപ്പെട്ടതാവാം, തകർച്ച സംഭവിച്ച ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാജഡി, അല്ലെങ്കിൽ
ഒരു വീഴ്ച സംഭവിച്ച സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. എന്താണെങ്കിലും നമുക്കിവിടെ പറയാൻ പറ്റുന്നത് കൺഫ്യൂസ്ഡ് എനർജിയിലാണ് നിങ്ങളിപ്പം നിൽക്കുന്നത്. ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻസാണ്. തീർച്ചയായിട്ടും ഒരു വിൽ പവർ എനർജി, നല്ലൊരു ഉറച്ച തീരുമാനം, അത് നഷ്ടമായിക്കോട്ടെ ലാഭമായിക്കോട്ടെ, നിങ്ങളെ ഒരു പക്ഷേ മാറ്റി നിർത്തിയൊരിടത്തേക്ക് ഇനി തിരിച്ചു പോകാതിരിക്കാനുള്ളൊരു തീരുമാനമായിക്കോട്ടെ, തീർച്ചയായിട്ടും നിങ്ങൾ നല്ല ഒരു ഉറച്ച തീരുമാനമാണ് അവിടെ എടുക്കേണ്ടത്. അത് നഷ്ടവും ലാഭവും നോക്കണ്ട, ആത്മാഭിമാനത്തെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. നിങ്ങൾക്ക് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ, അതായത് ഇമോഷണലി ഒരു സമാധാനം എവിടെയാണ് ലഭിക്കുന്നത് അവിടെ നിൽക്കാൻ ശ്രമിക്കുക എന്നാണ് നമുക്കിവിടെ എനർജിയിൽ കാണിച്ചു തരുന്നത്. അതായത് സ്വസ്ഥതയില്ലാതെ ഒരിടത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ ഭേദം ഒരു നഷ്ടം സംഭവിച്ചാലും സ്വസ്ഥതയുള്ളിടത്ത്, സമാധാനമുള്ളിടത്ത് നിലനിൽക്കാൻ ശ്രമിക്കുക എന്നാണ് കാണുന്നത് കേട്ടോ. അതുപോലെ നിങ്ങളിൽ ചില വ്യക്തികളിലേക്ക് ചില കാര്യങ്ങൾ, അതായത് നഷ്ടപ്പെട്ട് പാസ്റ്റിൽ ചില കാര്യങ്ങൾ വന്നു ചേരുന്നുണ്ട് കേട്ടോ. അതായത് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് ഒരു ഗ്രോത്താണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗ്രോത്തായിട്ടുള്ള, നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട, ഒരു പക്ഷേ പാസ്റ്റിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ലഭിക്കാതെ പോയ, നിങ്ങൾ മാറ്റി നിർത്തപ്പെട്ട, അതായത് നിങ്ങൾ വേണ്ട എന്ന് ചിന്തിച്ച ഒരു പാഷൻ, നിങ്ങളുടെ ഒരു ആഗ്രഹം, നിങ്ങൾക്കത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പെട്ടതായിരുന്നു, അത് അതിൻ്റെ സമയമായപ്പോൾ കറങ്ങിത്തിരിഞ്ഞ് നിങ്ങളിലേക്ക് വരുന്നു. അതായത് ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങോടുകൂടി നിങ്ങളതൊരു വിജയമായിട്ട് കാണാം കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ പാസ്റ്റിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും വിട്ടുപോവുകയോ നിങ്ങൾക്കത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനോ പറ്റാതെ പോയ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആക്ഷൻ എടുക്കപ്പെടുന്നുണ്ട്, വന്നു ചേരുന്നുണ്ട്. അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പെട്ട കാര്യം തന്നെയാണ്. അത് നിങ്ങൾക്കൊരു ഗ്രോത്താണ്, ഒരു ഗുഡ് ലക്ക് എനർജിയാണ്. ഫ്യൂച്ചറിലേക്ക് അതൊരു സ്റ്റാർ എനർജിയിലേക്ക് നിങ്ങൾക്ക് ചെന്ന് നിൽക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ആയിട്ടുമാണ് കാണുന്നത് കേട്ടോ. അതുപോലെ ഇവിടെ ഒരു സ്റ്റാർ എനർജിയുടെ പ്രസൻസ് വരുന്നുണ്ട്. അതായത് ചിലരെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം ചില വ്യക്തിബന്ധങ്ങളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു തടസ്സം, കോൺഫ്ലിക്റ്റ്, നിങ്ങളോട് ആരെങ്കിലും മത്സരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നേ കയറുക അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഒരുപിടി മുന്നിലേക്ക് പോവുക എന്നൊക്കെ ചിന്തിച്ച് മത്സരിക്കുന്ന ചില വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഇന്ന് സ്റ്റാർ എനർജിയിൽ നിൽക്കും കേട്ടോ. നിങ്ങളിലാണ് ശരി, നിങ്ങളാണ് ശരിയെന്നുള്ളത് വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ പറ്റും. ചില കൺഫ്യൂഷനും നിങ്ങൾ അനുഭവിച്ചൊരു ഇമോഷണൽ പെയിനും ഒക്കെ നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു സമയമായിട്ട്, ഒരു പക്ഷേ വേണ്ടപ്പെട്ടവർ തന്നെ നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്യുകയും നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയും നിങ്ങളോട് മത്സരിക്കാൻ നിൽക്കുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ നിങ്ങളൊരു പെയിൻ അനുഭവിക്കുന്നുണ്ടായിരുന്നെങ്കിൽ, ഒരു വെല്ലുവിളി, അതായത് നിങ്ങൾ ശരിക്കും ഒരു എന്താ പറയുക, ഹൃദയത്തിലൊരു വാളുകൾ തറച്ചു കയറുന്ന ഒരു വേദനയോടുകൂടി നിങ്ങൾ പ്രതികരിച്ചാൽ പോലും നിങ്ങളുടെ ഉള്ളിൽ വേദനയോടുകൂടി നിങ്ങൾ പ്രതികരിച്ച സിറ്റുവേഷൻസുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ സാഹചര്യത്തിലൊക്കെ ഇന്ന് നിങ്ങൾക്ക് റെസ്പെക്റ്റ് ലഭിക്കുന്ന ഒരു സ്റ്റാർ എനർജി ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമെന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ ചിലരുടെയൊക്കെ എനർജിയിൽ ഒരു റിയൂണിയൻ പ്രസൻസ് വരുന്നുണ്ട് കേട്ടോ. കുറച്ച് ഈഗോയൊക്കെ ഉണ്ടെങ്കിലും ഒരു റിയൂണിയൻ എനർജിയുടെ പ്രസൻസ് വരുന്നുണ്ട്. ഒരു ഇമോഷണൽ ബാലൻസ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ നിന്ന ചില വ്യക്തികളുടെ ഒരു കോള്, മെസ്സേജ്, അതായത് ഒരു റിലേഷനെ സംബന്ധിച്ച്, അതായത് ബന്ധത്തിന് ഒരു പവിത്രത, പൂർണ്ണത കിട്ടുന്നൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. ബൗണ്ടറിയൊക്കെ ഇട്ട് തന്നെ നിങ്ങളുടെ ഉള്ളിലും കുറച്ച് ഈഗോയുണ്ട്. നിങ്ങളും ഒരു സെൽഫിഷ് എനർജിയിൽ നിങ്ങളുടെ ഇമോഷൻസിനെയൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുന്ന സാഹചര്യം കാണുന്നുണ്ടെങ്കിലും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടിയുള്ളൊരു റീയൂണിയൻ പ്രസൻസ് എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്ത് കാര്യമാണോ വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എവിടെയാണോ ശക്തമായിട്ട് ഫോക്കസ് ചെയ്ത് നിന്നത്, അത് നിങ്ങൾക്ക് ലഭിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അത് ഹെൽത്ത് ആവാം, വെൽത്ത് ആവാം, ഇമോഷണൽ സിറ്റുവേഷൻസ് ആവാം, നിങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യം, പുതിയൊരു ക്രിയേറ്റിവിറ്റി ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചതാവാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് കാര്യത്തിലാണോ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിച്ചത്, എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് വേണമെന്ന ആഴത്തിൽ ചിന്തിച്ചത്, അതിന്ന് നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നു. ഒരു പക്ഷേ നിങ്ങൾക്കതൊരു
പ്രൗഡായ, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വളരെ പ്രഷ്യസ് ആയതും പ്രൗഡായതുമായൊരു ഫീലിങ്സ് അതിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത്. ജസ്റ്റിസ് എനർജി വന്നിട്ടുണ്ട് കേട്ടോ. നീതി ലഭിക്കാൻ പോകുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻസ്, നിങ്ങളോട് വെറുതെ ഫൈറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്ന ചില ഇടങ്ങളിൽ നിന്നും, നിങ്ങൾ ഒരു തെറ്റും ചെയ്യാതെയും നിങ്ങളെ കുറ്റവാളിയാക്കുകയും ഫൈറ്റിംഗ് ചെയ്യുകയും ചെയ്തിരുന്ന ചില ഇടങ്ങളിൽ നിന്നും നിങ്ങൾക്കിന്ന് ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട്, നീതി ലഭിക്കുന്നു, ന്യായം ലഭിക്കുന്നു എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം, ചില പ്രശ്നങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് സൊല്യൂഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ചില ഇടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്തു പോകാൻ പറ്റുന്നുണ്ട്. ചില വ്യക്തികളെ നിങ്ങൾക്കിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലൈഫിൽ ഇന്ന് നിങ്ങളുടെ വാക്കിന് വലിയൊരു വിലയുള്ള ദിവസമായിട്ടാണ്, വാല്യൂ ഉള്ള ഒരു ദിവസമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ നമുക്കിവിടെ പറയാൻ പറ്റുന്നത്, നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കുന്നു, നീതി ലഭിക്കുന്നു. അത് ഏത് മേഖലയിലാണെങ്കിലും ഒരു നീതി ആവശ്യമുള്ള വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്കിന്ന് നീതി ലഭിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ചിലരുടെ എനർജികളിൽ ഒരു ന്യൂ ഡോർ ഓപ്പണിംഗ് ആകുന്നുണ്ട്. ഒരു സാറ്റിസ്ഫാക്ഷൻ ഡേ ആണ് ഇന്നത്തെ ദിവസം. വളരെ കോൺഫിഡൻസ് ഒക്കെ ഫീൽ ചെയ്യുന്ന ദിവസമാണ്. നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സക്സസ് ആവും കേട്ടോ. നിങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ വന്നു ചേരുന്നു എന്നാണ് കാണുന്നത്. പുതിയ ഓപ്പർച്യൂണിറ്റീസ് കരിയറിനെ ബേസ് ചെയ്താണെങ്കിലും ഫിനാൻസിനെ ബേസ് ചെയ്താണെങ്കിലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് വിൽക്കണം, ഇങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയിൽ നിൽക്കുന്ന വ്യക്തികൾക്കെല്ലാം ഇന്ന് അതിനുള്ളൊരു അവസരമുണ്ട്. അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയറായിട്ട് വരുന്നു എന്ന് കാണുന്നുണ്ട്. ഏറ്റവും മെയിനായിട്ട് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. നമുക്ക് ചുമക്കാൻ വയ്യാത്തൊരു ഭാരവും ഇന്നത്തെ ദിവസം നിങ്ങൾ തലയിൽ ഏറ്റി വെക്കരുത്. നിങ്ങൾക്ക് വേണ്ടത് മാത്രം എടുക്കുക, അല്ലാത്തതിന് വിട്ടുകളയുക. വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. ഒരു ജസ്റ്റിസ് എനർജിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് സാധ്യമാകണം, അത് നിർബന്ധമായിട്ട് നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വെയിറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ലുക്ക് ഫോർ എ സൈൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസിന് വേണ്ടി വെയിറ്റിംഗ് ആണെങ്കിൽ, ഒരു ഗുഡ് ന്യൂസിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുകയാണ് എങ്കിൽ, ഒരു നല്ലൊരു വാർത്ത കേൾക്കാൻ അല്ലെങ്കിൽ നല്ലൊരു കാര്യത്തിനൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ ലുക്ക് ഫോർ എ സൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഇന്ന് അറിയാൻ സാധിക്കും കേട്ടോ, നിങ്ങളുടെ മനസ്സിലുള്ളൊരാഗ്രഹത്തിന്. അതുപോലെ ദ മജീഷ്യൻ, ഗെറ്റ് മോർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ആ ഒരു മുന്നോട്ടേക്കുള്ള തീരുമാനങ്ങൾക്ക്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒന്നിലധികം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഗെറ്റ് മോർ ഇൻഫർമേഷൻസ് എന്നാണ് പറയുന്നത്. നിങ്ങൾ കൂടുതൽ തീരുമാനങ്ങൾ അറിഞ്ഞിട്ട്, നിങ്ങൾ നല്ല പോലെ അറിഞ്ഞിട്ട് മാത്രം കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുക കേട്ടോ. മെഡിറ്റേഷൻ ബ്രിങ് ആൻസർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പുതിയ തുടക്കങ്ങൾ, പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്ത് റിലാക്സ് ആയിട്ട് അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നൽകുന്ന ഗൈഡൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാര്യം ചെയ്യുക കേട്ടോ. എന്താ, നിങ്ങളുടെ പുതിയ തുടക്കത്തിന് തയ്യാറാവുക. നമുക്കിവിടെ ഇന്ന് റൈറ്റ് ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, റൈറ്റ് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ദുഃഖങ്ങൾ, നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യുന്ന, നമുക്ക് വേണ്ടാത്ത, മനസ്സിൽ നിന്നും പുറത്ത് കളഞ്ഞു പോകണം, മറന്നു പോകണം, ഒന്ന് മാറിപ്പോകണം എന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണ്ട എന്ന് ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ, ചില വ്യക്തികളിൽ നിന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസുകൾ, ചീറ്റിങ്ങുകൾ, ഇതെല്ലാം അവരുടെ ഏത് വ്യക്തികളെ ബേസ് ചെയ്താണോ നേരിട്ടത് ആ വ്യക്തികളോട് സംസാരിക്കുന്നത് പോലെയോ, അവരെക്കുറിച്ച് മറ്റൊരാളോട് നമ്മൾ ഹൃദയം തുറന്ന് പറയുന്നത് പോലെയോ നമ്മളൊരു പേപ്പറിനകത്ത് എഴുതി കത്തിച്ച് കളയുക. എഴുതിയിട്ട് പിന്നെ അത് വായിക്കരുത്. നമ്മളെല്ലാം തുറന്നെഴുതി, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എഴുതി, അവരിൽ നിന്ന് അനുഭവിച്ചത് എഴുതി, അങ്ങനെ ആ സിറ്റുവേഷൻസിനെയൊക്കെ കുറിച്ച് അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ അങ്ങനെ ആവരുതായിരുന്നു, അപ്പം ഞാൻ നിങ്ങളോട് നിരുപാധികം ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതി കത്തിച്ച് കളയുന്നതാണ് റൈറ്റ് ഹീലിംഗ് എന്ന് പറയുന്നത്.
അഫർമേഷൻസ് എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷനാണ്. നമ്മളത് സൂക്ഷിച്ചു വെക്കണം. ഏത് കളർ പേനയ്ക്ക് വേണേലും നിങ്ങൾ എഴുതിക്കോ. അഫർമേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വേണ്ട കാര്യമാണ്. ഇപ്പോൾ ഒരു മാസം ഒരു 5 ലക്ഷം രൂപയുടെ വരുമാനം നമുക്ക് വേണമെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കടബാധ്യതയൊക്കെ ഉണ്ട്. ഇതൊന്നും എഴുതരുത് കടമുണ്ടെന്നൊന്നും. ഒരു മാസം എനിക്ക് 5 ലാക്സ് വെച്ച് എല്ലാ മാസവും 30-ാം തീയതി എൻ്റെ കയ്യിൽ വന്നു ചേരുന്നതിൽ ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു എന്ന് പറയുന്നതാണ് അഫർമേഷൻസ്. അത് ബന്ധത്തിലായിക്കോട്ടെ, ഹെൽത്ത് പരമായിക്കോട്ടെ, നമ്മളുടെ കൂടെ ജീവിക്കുന്ന വ്യക്തികൾക്കായിക്കോട്ടെ, നമ്മളോടൊപ്പം ജോലി ചെയ്യുന്ന വ്യക്തികളായിക്കോട്ടെ, അവരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് തിക്ത അനുഭവങ്ങളുണ്ടെങ്കിൽ അവരിൽ നിന്നും പോസിറ്റീവായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ കുറിച്ച് അവരുടെ പേരും പറഞ്ഞ് അവരിൽ നിന്ന് എന്നോട് ഇന്ന രീതിയിൽ പെരുമാറുന്നതിന്, അവരെന്നെ ഇന്ന രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നതിന് ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് എഴുതി സൂക്ഷിക്കുക. അഫർമേഷൻസ് എന്ന് പറയുന്നത് സൂക്ഷിക്കുക. റൈറ്റ് ഹീലിംഗ് എന്ന് പറയുന്നത് ട്രോമ, നമുക്ക് വേണ്ടാത്ത നെഗറ്റീവ് ചിന്തകൾ എഴുതി കത്തിച്ച് കളയുക. ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന സന്തോഷങ്ങളെ ഗ്രാറ്റിറ്റ്യൂഡാക്കി എഴുതി ഡിവൈനോട് നന്ദി പറയുക. എനിക്ക് കണ്ണുകൾക്ക് കാഴ്ച നൽകിയതിന് പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. ഇന്ന വ്യക്തിയുമായിട്ട് ഇന്ന് എനിക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായില്ല, ആരാന്ന് വെച്ചാൽ അതിന് ഞാൻ ഡിവൈനോട് നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസം എനിക്ക് നൽകിയതിനും ഏറ്റവും നല്ല ദിവസം നൽകിയതിനും ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറയുക. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് ഒരു ഇച്ചിരി സമയമാണെങ്കിൽ ഇരുന്നൊന്ന് പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും ജീവിതം മാറും. അതിനകത്ത് യാതൊരു സംശയമില്ല കേട്ടോ.